രാവിലെ തന്നെ തുടങ്ങിട്ടാ പാലുകൂടി. ഞാനും കുടിച്ചു 2 ഗ്ലാസ് വെള്ളം. ഇന്നൊരു റൈഡ് പോവാം. എങ്ങട്ടാ പോണേന്ന് തീരുമാനിച്ചില്ല. മാനം തെളിഞ്ഞിട്ടുണ്ട്. ചുമ്മാ അങ്ങോട്ട് ഇറങ്ങാം. നല്ല സ്ഥലം കണ്ട അതിലേ പോവാം. പുഴയില് വെള്ളം നന്നായി കുറഞ്ഞു. ഭാഗ്യം ഇത്തവണ ഗേറ്റട കിട്ടിയില്ല. കുറച്ചങ്ങ് പോയപ്പോ നല്ല അതിമനോഹരമായ പാടം, നല്ല വരമ്പും. അപ്പൊ തന്നെ സ്റ്റിയറിംഗ് തിരിച്ചു. ഇന്നത്തെ റൈഡ് ത്രൂ വരമ്പ്. ഒരു വരമ്പ് റൈഡ്. 2 സൈഡും പാടം, നടുക്കൊരു വരമ്പ്. സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ തീർന്നു. ലോഡ്സ് ഓഫ് വഴിയുണ്ട്. കൺഫ്യൂഷൻ വന്നെങ്കിലും ജിയോഗ്രഫിക്കലി ഇതായിരിക്കണം റൂട്ട്. ഇതുവഴി പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പല പല വളവും തിരിവുണ്ട്. നമ്മൾ നേരെ തന്നെ പോയി നൈസ് ഒരു സ്പോട്ട് കണ്ടു. ഒന്ന് ഇറങ്ങിയേക്കാം. മാക്രിക്കൂട്ടം വരെ കരക്കി കയറിയിരിക്കുക. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയ ശരിയാവില്ലല്ലോ. മഴക്കാലാണ്, വെള്ളക്കെട്ടുണ്ട്, സൂക്ഷിക്കണം. ഉദ്ദേശം കേട്ട് പോത്തുകുട്ടിയുടെ മോളിൽ കയറി കുറച്ച് ആവശ്യമിനാവാം. ഈ സൈഡ് മൊത്തം തെങ്ങ. ഇത്തിരി ഹൈറ്റ് ആപ്പിക്കും കാഴ്ച തുടങ്ങി. ഈ വരുമ്പോ അത്യാവശ്യം കുഴപ്പമില്ല. ഓലകളൊന്ന് തലോടുന്നേ ഉള്ളൂ. ഈവനിംഗ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. അറ്റത്ത് ഏതോ ഒരു മല. മോർണിംഗ് റൈഡ് ഒക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലം. പോരാത്തിന് വഞ്ചിയുണ്ട്. സൈക്കിളിനൊപ്പം ഒരു ചൂണ്ടൻ കൂടി കൊണ്ടുവന്ന സൂപ്പർ. ഉച്ചയ്ക്ക് കറിക്കുള്ള മീനായിട്ട് പോകും. പക്ഷെ ഇവിടെ മീൻ പിടിക്കാൻ പറ്റാത്ത കുറച്ച് ഏരിയകൾ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. അവിടെ ബോർഡ് കണ്ടു. ഈ സൈഡ് മൊത്തം ഫിഷ് ഫാം ആണ് കേട്ടോ. ഇത് രോഹല്ലേ. ഈ ചെടി നിങ്ങൾക്ക് അറിയോ? മീൻ വളർത്തുന്നവർക്ക് അറിയാം. ഈ കനാല് മൊത്തം ഈ ചെടിയാട്ടാ. ഞാനൊക്കെ പൈസ കൊടുത്ത് മേടിക്കാറ്. ഇവിടെ വെറുതെ കിടക്കുക. അവസാനം വരുമ്പോ നല്ല ചെളി വിളിയായിരുന്നു കേട്ടാ. എന്താ ഭംഗി. ഈ തുമ്പിനെ ഇപ്പൊ കാണാറില്ല കേട്ടാ. ഒരാളും കൂടെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്യാം. റെയിൽവേയിൽ ഇറക്കിയിട്ടുണ്ട്. വന്നപ്പോ കിട്ടാൻ തിരിച്ചു പോയപ്പോ കിട്ടിയിട്ടാ. ഒന്നല്ല 2 എണ്ണം കേട്ടാ. നല്ല മഴക്കാരുണ്ട്. രക്ഷപ്പെട്ടു. മഴ പെയ്ത ചെളി മൊത്തം പൊക്കോളും. വീട്ടിലെത്താറായി. മഴ വന്നില്ല, ചെളിയും പോയില്ല. നമുക്ക് തന്നെ കഴുകാം. ക്ലീൻ ആയിട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.